ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ അനിയുടെ സ്വഭാവം പാടെ അങ്ങ് മാറി മറിയാൻ കേട്ടോ. ഒരു ഭാഗത്ത് ദേവി അനിക്ക് കരള് പകുത്തു നൽകിക്കൊണ്ട് നയന ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. മറുഭാഗത്ത് അനാമികയുടെ കുറ്റപ്പെടുത്തൽ കാരണം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അനി. ആ അനിയുടെ മനസ്സിലേക്ക് പലതരം ചിന്താഗതികളാണ് കടന്നു വരുന്നത്. അനാമികയെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത് കളയുന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി നടക്കുകയാണ് പിന്നെ അനി. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനി ഹോസ്പിറ്റലിലേക്ക് ആദർശിനെ വിളിക്കുന്നതാണ്. ഹലോ ആദർശേട്ടാ, ഏട്ടത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അനി, ഒന്നും പറയാനായിട്ടില്ല. നയനയുടെ ബോഡി വീക്കാണെന്ന് തന്നെ ഇപ്പോഴും ഡോക്ടർ പറയുന്നത്. ആദർശേട്ടാ, ഞാൻ അങ്ങോട്ട് വന്നാലോ? ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ അനി, ഡോക്ടർ വരുന്നുണ്ട്, ഞാൻ വെക്കുവാണേ. ഇതും പറഞ്ഞ് ആദർശ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ആദർശ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ നയനയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഡോൺ വറി, ഇപ്പം നയന ഏകദേശമൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. ചിലപ്പോൾ ഏത് നിമിഷവും കണ്ടീഷൻ മാറിയേക്കാം. അതുകൊണ്ട് വ്യക്തമായി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോറി ആദർശ്, നിങ്ങൾക്കൊരു വ്യക്തമായ മറുപടി തരാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എന്തായാലും ആദർശ് വിഷമിക്കാതിരിക്കൂ. നയനയ്ക്ക് ഒന്നും ഉണ്ടാകില്ല. പഴയ പോലെ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു മാഡം. ശരി, എനിക്ക് മറ്റൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാലും ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ആദർശ് തളർന്നു പോവാൻ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ജയം വരുന്നുണ്ട്. മോനെ ആദർശേ. അച്ഛാ. എന്താ ആദർശേ ഇത്? നീ എവിടെ ഇങ്ങനെ തളരാറില്ലല്ലോ. നിനക്കിപ്പോൾ ഇത് എന്ത് പറ്റി? നയനയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ദേവ്യാനി ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ എന്താ കുഴപ്പം? ഇന്നലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണെങ്കിൽ അതുപോലെ അവിടെ ഇരിക്കുന്നു. നീ ഇങ്ങനെ പട്ടിണി കിടന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അച്ഛ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അച്ഛ. മോനെ, നീ ഒന്ന് വന്നേ. ഇവിടെ നിന്ന് എഴുന്നേൽക്കാദ്യം. ദേ, ചിലപ്പോൾ നിന്റെ മുത്തശ്ശൻ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നീ ഇങ്ങനെ അവശനായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അച്ഛൻ ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. മോനെ, നീ പറയുന്നത് കേൾക്ക്, വാ. ഇതും പറഞ്ഞ് ജയൻ ആദർശിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനി മുറിയിൽ മാറ്റി ഒരുങ്ങുന്നതാണ് ഹോസ്പിറ്റലിലേക്ക്. ഈ ഒരുക്കം കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടേക്കാ കെട്ടിയൊരുങ്ങി? എന്നാൽ അനാമികയുടെ ഇത്തരം വില കുറഞ്ഞ സംസാരങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ അനി തയ്യാറായിരുന്നില്ല. അതെ, ചോദിച്ചേ കേട്ടില്ലേ, എങ്ങോട്ടേക്ക് ഇങ്ങനെ കെട്ടിയൊരുങ്ങി പോകുന്നേന്ന്? ദേ അനാമിക, ഞാൻ ഒരിടത്തേക്ക് പോവാൻ ഇറങ്ങാണ്. വെറുതെ നീ മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ, അത് കൊള്ളാം. ഞാനാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നിനക്കത് പറയാൻ നാവില്ലേ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. എനിക്ക് തോന്നി, ഒരുത്തി ഇപ്പം വലിയ ദാനധർമ്മമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവളുടെ അനിയത്തി ഏത് സമയം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതിരിക്കില്ല. അവളെ കാണാൻ വേണ്ടി അടുത്ത അടവായിട്ട് പോവുക. ഏതായാലും നിന്റെയൊക്കെ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഇതൊക്കെ നിനക്ക് ഗുണമുണ്ടായി. അനാമികെ പ്ലീസ്, എനിക്കിപ്പോൾ നിന്നോട് വഴക്കുണ്ടാക്കാൻ വയ്യ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിവിടെ തീർക്കണം. വെറുതെ ആ പാവത്തിന് ഇതിലേക്ക് വലിച്ചയച്ചിടരുത്. ഓ, നിനക്കാ പഴിച്ച നന്ദുവിനെ പറഞ്ഞപ്പോൾ പൊള്ളിയല്ലേ? എടി, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതെ, ഭാര്യയെ വഞ്ചിച്ച് മറ്റൊരു കാമുകിയെ കാണാൻ പോകുന്ന ആ വ്യക്തിയോട് ഇതിനും നല്ല ഭാഷയിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. അനാമികെ, നീ വഴി മാറാൻ നോക്ക്. ദേ, ഹോസ്പിറ്റലിൽ എൻ്റെ വല്യമ്മ ഏട്ടത്തിയെ കിടക്കുന്നത്. അവർക്കൊട്ടും വയ്യ. അവിടെ ചെന്നാൽ എന്നാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കാം. അത് കരുതി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ നീ തെറ്റായി ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ലടാ. നീ ആ പെരുങ്കളിയെ കാണാൻ വേണ്ടി മാത്രം ഇവിടുന്ന് പോകുന്നത്. ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഒരു കാര്യം നീ ഓർത്തോ അനി, എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവളങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. അവളെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് കിട്ടേണ്ടത് ഞാൻ നേടിയിരിക്കും. നിനക്ക് പണത്തോടുള്ള ആർത്തിയടി, അല്ലാതെ എന്നോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നില്ല. അതെ, എനിക്ക് പണം തന്നെയാണ് വേണ്ടത്. പണത്തിന് പണം തന്നെ വേണ്ടേ? അല്ലാതെ സ്നേഹം കിട്ടിയതുകൊണ്ട് ഒന്നും ആവില്ലല്ലോ. നിങ്ങൾ വലിയ പണക്കാരാന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ഒരു ചുക്കുമില്ല. ഇവിടെ അധികാരം ആണുങ്ങൾക്ക് മാത്രമാണല്ലോ. ആ കിളവൻ എന്ന് ചാവുന്നു അന്ന് മാത്രമേ ഈ കുടുംബം നാലായി വെട്ടിമുറിക്കാൻ പറ്റൂ. എടി, നീ എന്താ പറഞ്ഞേ? കിളവനെന്നോ? അതെ, കിളവൻ. എന്റെ കേട്ടിട്ടില്ലേ? നീ എൻ്റെ മുത്തശ്ശനാണല്ലേ അങ്ങനെയൊക്കെ വിളിച്ചത്? അതേടാ, നിന്റെ തലതെറിച്ച മുത്തശ്ശനെ തന്നെയാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. എടി, നിനക്ക് പ്രാന്താടി. ആ പ്രാന്ത് പിടിച്ച് നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനി നന്ദുവിനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തിരക്കുന്നതാണ്. എന്നിട്ട് അനി ഒരു ഒഴിഞ്ഞ പറമ്പിൽ എത്തുന്നുണ്ട് കേട്ടോ. അവിടേക്ക് നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ രഞ്ജിത്ത് പറയുന്നുണ്ട്, എടാ നിന്നെ കുറെ കാലമായല്ലോ കണ്ടിട്ട്. അനി, എന്തൊക്കെയുണ്ടാടാ വിശേഷം? എന്തായാലും നിന്റെ മുഖം കണ്ടിട്ട് പറയുന്നുണ്ട് നീ അത്ര സുഖത്തിലല്ലെന്ന്. എടാ, ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. എന്താടാ, എന്താ ഇത്ര വലിയ സീരിയസ്നെസ്? പറയാം, പക്ഷെ അതിന് മുന്നായിട്ട് ആ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാതിരിക്കൂ. എടാ, അതിന് കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ദേ, പിന്നെ അന്നത്തെ പോലെ മദ്യപിക്കണം എന്നൊന്നും പറഞ്ഞേക്കരുത്. നീ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്തവനാ. അന്നാ നീ ആദ്യമായിട്ട് മദ്യം കുടിക്കുന്നത്. അതിന് ആദർശേട്ടൻ്റെയും നയനേച്ചിയുടെയും കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഇനി നീ മദ്യപിക്കാനൊന്നും പോവല്ലേ? എടാ, മദ്യപിക്കാനൊന്നും അല്ല, എനിക്ക് മറ്റൊരു ആവശ്യമാണ്. വേറെന്താ ആവശ്യം? ആ, ചോദിക്കാൻ വിട്ടു. അല്ല, ഇപ്പോൾ നയനേടത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
നന്ദു ഇടയ്ക്ക് ഞങ്ങളെ വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒന്നും പറയാറായിട്ടില്ലടാ. അവിടേക്ക് പോകുന്ന വഴിയാ നിങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി ഇവിടെ ഇറങ്ങിയത്. നന്ദുവിനെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു, അവളെ കണ്ടില്ല. അവിടെ ഇപ്പം അതിന് ഞങ്ങൾ പോലും കാണാറില്ല. വല്ലപ്പോഴും വിളിച്ചാൽ കിട്ടിയാ കിട്ടി. അല്ല, നീ എന്താ പറയാൻ വന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് കേട്ടാ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാതിരിക്കരുത്. ആദ്യം നീ കാര്യം പറയടാ, എന്നിട്ട് തീരുമാനിക്കുക ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കണോ വേണ്ടയോന്ന്. പറയാം, എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണം. അപ്പം രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട്, എന്താ എടാ നീ എന്താ പറഞ്ഞേ? അപ്പം വേറൊരുത്ത ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് നിലവിലൊരു ഭാര്യ ഇല്ലേടാ? നിലവിൽ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാര്യ ഇല്ല. അപ്പം രഞ്ജിത്ത് പറയുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇങ്ങനെയൊക്കെ എന്തിനാ ചിന്തിക്കുന്നേ? ദേ, നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എടാ ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ക്യാരക്ടർ ഞാനുമായിട്ട് ഒട്ടും ചേർന്ന് പോവില്ലെന്ന്. എടാ അനി, എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആടാ. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. നിങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാകുന്നതേ ഉള്ളൂ. അപ്പം മറ്റൊരുത്തം പറയുന്നുണ്ട് കേട്ടോ, എടാ നീ അവൻ്റെ വിഷമം കണ്ടില്ലെന്ന് അടിച്ചിട്ട് പഴമക്കാർ പറയുന്ന പോലെ ഇങ്ങനെ പറയല്ലേ എന്ന് കരുതി അനി ഇപ്പം പറഞ്ഞതിന് ഞാൻ കൂട്ടുനിന്ന് കൊടുക്കണോ? അവന് വിവരമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നതാ. ഞാൻ വിവരമില്ലാതെ പറഞ്ഞതൊന്നും അല്ല. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അത് ഞാൻ നടത്തിക്കോളാം. നിങ്ങൾ അതിന് എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ചോദിച്ചോളൂ. എടാ അനി, അനാമിക ഇപ്പം നിന്റെ ഭാര്യയാണ്. അവളെ നിന്റെ ഭാര്യയായി ഉള്ളിടത്തോളം കാലം മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ നിനക്ക് പറ്റില്ല. നീ അവളുമായിട്ട് ഡിവോഴ്സ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് അതൊന്നും അല്ല. നിയമപരമായിട്ട് നിങ്ങളുടെ ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എടാ എനിക്ക് പറ്റുന്നില്ലടാ. ഏതൊരാണ് സഹിക്കാവുന്നതിലപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു. അവൾ ഏത് സമയം സംശയത്തിന് നിഴലില്ല എന്നെയും നന്ദുവിനെയും കാണുന്നത്. എങ്ങനെയാ കാണാതിരിക്കുക? നീ എപ്പോഴും നന്ദുവിനെ കുറിച്ച് തന്നെയല്ലേ ഞങ്ങളോട് സംസാരിക്കുന്നത്? എടാ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനാമികയെ ഭാര്യയായി കണ്ടു കഴിഞ്ഞതാ. നന്ദുവിനെ ഞാൻ മറക്കാൻ ശ്രമിച്ചതാ. എന്നാൽ അവൾ എൻ്റെ കൂടെ നിൽക്കാതെ പലപ്പോഴും എന്നെയും നന്ദുവിനെ ചേർത്ത് കെട്ടുകഥകൾ പറയുക. എന്നാൽ ഇതൊക്കെ കേട്ട് എത്രയെന്ന് വെച്ചാൽ സഹിച്ചു നിൽക്കുക? സ്വന്തം കൂടെ കഴിയുന്ന ഭാര്യ എപ്പോഴും സംശയത്തിൻ്റെ നോട്ടത്തിൽ കാണുമ്പോൾ അതെനിക്ക് വലിയ വിഷമം തന്നെയാ. അപ്പം രഞ്ജിത്ത് പറയുന്നുണ്ട്, ശരി എടാ, നിന്റെ ഭാഗം ഞങ്ങൾക്ക് മനസ്സിലാകും. ആ അനാമിക അത്ര നല്ലവളൊന്നും അല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ ഒരിക്കലും അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. പക്ഷേ അവൾ നിന്റെ ഭാര്യയാണ്. അവളുമായിട്ടുള്ള ബന്ധം ഡിവോഴ്സ് ആയാലും മാത്രമേ നിനക്ക് നന്ദുവിനെ വിവാഹം കഴിക്കാൻ പറ്റൂ. അല്ല, ഇനി അതൊക്കെ ഇരിക്കട്ടെ, നീ അവളുമായിട്ട് ഡിവോഴ്സ് ആയെന്ന് കരുത്. നന്ദു നിന്നെ വിവാഹം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളുടെ ഫസ്റ്റ് മാരേജും നിന്റെ സെക്കൻഡ് മാരേജുമാണ്. നിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞതാ. എന്നാൽ അത് മനസ്സിലാക്കാതെ പോയതാണ് നിന്റെ തെറ്റ്. അന്നേ നിനക്ക് ഈ വിവാഹം വേണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒളിച്ചോട് പൊക്കിയൂടായിരുന്നോടാ. അങ്ങനെയാണെങ്കിലും ഈ വിവാഹം നടക്കാതിരിക്കില്ലായിരുന്നോ? അന്ന് നിനക്ക് അതൊന്നും തോന്നിയില്ല. പിന്നെ ഇപ്പം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രത്യേകിച്ച് നന്ദുവിൻ്റെ കാര്യത്തിൽ. നന്ദു ഈ വിവാഹത്തിന് തയ്യാറാകുമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തായാലും നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഇതേക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. നിന്റെ മനസ്സൊന്നും ഇപ്പോൾ ഓക്കെ അല്ല. നീ വാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം. എന്നെ ആരും വീട്ടിൽ കൊണ്ടുവിടണ്ട. നിങ്ങളിപ്പോൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലെന്ന് തന്നെ. അങ്ങനെ ആരും എൻ്റെ കൂടെ നിൽക്കട്ട. ഇതും പറഞ്ഞ് അനി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടിട്ട് മറ്റൊരുത്തൻ പറയുന്നുണ്ട് കേട്ടോ, രഞ്ജിത്തെ നീ എന്തിനാണ് അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ അവൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, അവൻ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് വെച്ച് അവൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത്. അവൻ്റെ വിഷമം അവനെ അറിയും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റായിട്ടാ. ആ പെണ്ണ് എന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് നമ്മുടെ നന്ദു ഔട്ടായതാ. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഇങ്ങനെ കുളം തൊടിയതിന് നമ്മളും കൂടി പ്രതികളാ. നന്ദു പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ അവളുടെ ഇഷ്ടം കൂടുതലൊന്നും അവനോട് പറയാതിരുന്നത്. പിന്നെ നന്ദുവിനെ നയന ചേച്ചി അവരൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ സത്യമൊക്കെ മനസ്സിൽ മൂടി വെച്ചു. അതോടിപ്പോൾ എന്തുണ്ടായി? നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ആ പാവത്തിൻ്റെ ജീവിതം നശിച്ചു. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനി മുറിയിൽ കിടക്കുന്നതാണ്. സമയം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക കിടക്കാൻ വേണ്ടി മുറിയിലോട്ട് വരുന്നുണ്ട്. അനാമിക നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടോ അനിയുടെ അടുത്തേക്ക് വരുന്നത്. അനാമിക വരുന്നത് കണ്ടിട്ട് അനി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അനിക്ക് ദേഷ്യം വരാണ്. പെട്ടെന്ന് തന്നെ അനിയുടെ ദേഷ്യമൊക്കെ കെട്ടടങ്ങിയ പോലെ തന്നെ അനിയുടെ മുഖത്ത് വലിയ സന്തോഷം ഉണ്ടാവുക കേട്ടോ. അനി അനാമികയുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവരിത് എന്തു പറ്റി? ഇന്നും ഇല്ലാത്തൊരു നോട്ടം. അനാമിക അടുത്ത് വരുന്നതിനനുസരിച്ച് അനി ഇങ്ങനെ അനാമികയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ചെറുതായിട്ട് പുഞ്ചിരിക്കുക കേട്ടോ. അപ്പോൾ അനാമികയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അനാമിക ഇങ്ങനെ തിരിച്ച് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അടിപൊളി ട്വിസ്റ്റ് ആട്ടോ. അനി ഇങ്ങനെ ചിന്തിക്കുന്നത് അനാമിക വരുന്നത് നന്ദു ആയിട്ടാണ് കേട്ടോ. നന്ദുവിനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ സങ്കല്പിക്കുന്നത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിലെ പാല് വാങ്ങുന്നുണ്ട് കേട്ടോ അനി. അപ്പോൾ അനാമിക ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഈശ്വര എൻ്റെ കയ്യിൽ പാൽ അനി വാങ്ങിയോ? ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? അനിയാണെങ്കിൽ അനാമികയുടെ അടുത്തോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, നന്ദു ആണെന്ന് കരുതിയിട്ട്. പെട്ടെന്ന് തന്നെ അനാമികയ്ക്ക് എന്തോ പോലെ ആവാട്ടോ. അതേസമയം തന്നെ അനിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. എന്തടി നീ എന്താ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നേ? എന്ത് നീയല്ല എൻ്റെ അടുത്തോട്ട് വന്നത്, അല്ലാതെ ഞാനല്ല. ഇത് പറഞ്ഞപ്പോൾ അനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അനിയുടെ ഭാഗത്ത് വന്ന തെറ്റാണെന്നുള്ളത്.
അപ്പോൾ തന്നെ അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ അനി. അപ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വരാ ഇതെന്ത് പറ്റി ഇവന്. ഒരു നിമിഷം ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ കാണിക്കുന്നത് അനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ. നന്ദുവിനെ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് നിൽക്കുകയാണ്. സമയം ഒരുപാട് ലേറ്റായി കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ കരുതാണ്, എനിക്കിപ്പോൾ നന്ദുവിനെ കാണണം, നന്ദുവിനെ കണ്ടേ പറ്റൂ. നന്ദു എൻ്റേത് മാത്രം, അത് ഞാൻ മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കില്ല. എനിക്കിപ്പോൾ നന്ദുവിനെ കാണണം. എന്തായാലും നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ എനിക്ക് കാണാമല്ലോ. എന്തായാലും അനി രണ്ടും കൽപ്പിച്ച് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ അനിയുടെ ഫോൺ കണ്ടിട്ട് ഇങ്ങനെ കട്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഫോൺ എടുക്കാൻ അവൾക്ക് പറ്റില്ലല്ലോ. ഏതായാലും ഞാൻ രണ്ടിലും തീരുമാനിച്ചു, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഇതും പറഞ്ഞ് അനി കാറെടുത്തോണ്ട് നന്ദുവിനെ കാണാൻ പോവാൻ കേട്ടോ. അതേസമയം തന്നെ അനാമിക അവിടേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അനി കാറെടുത്ത് പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ സമയത്ത് അനി എങ്ങോട്ടാ? ഛേ, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. അനാമിക അനിയുടെ പിന്നാലെ തന്നെയുണ്ട്. അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. നല്ല അടിപൊളി ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡുകൾക്കൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തിരിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ഫ്രണ്ട്സ്.